ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിലാരാണ് ശത്രു. ഇപ്പോൾ ഒരു വർഗ രാഷ്ട്രീയം നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ, ക്ലാസ് പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ക്ലാസ് എനിമി ആരാണ്. നമുക്ക് കുറച്ച് ദൂരെയുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കാം അതിനകത്തെ ക്ലാസ് എനിമി എന്ന് പറയുന്നത് നമ്മളൊരു ഇമാജിനേഷനിൽ ആലോചിക്കുമ്പോൾ. അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഉന്നത ജാതിയും അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവുമാണ് കൃത്യമായ എതിരാളികൾ. എന്നാൽ പാട്രിയാർക്കിയുടെ രാഷ്ട്രീയം നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി മാറുമ്പോൾ ആ രാഷ്ട്രീയം ഏറ്റവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് മുന്നോട്ട് വെക്കാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രാഷ്ട്രീയമായി മാറുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഭിലാഷ്. പക്ഷെ അഭിലാഷിന് ഞാൻ എത്രയോ തവണ ചായ വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ. പക്ഷെ ഒരിക്കൽ അഭിലാഷിൻ്റെ വീട്ടിൽ പോയാലും ഞാൻ തന്നെ ചായ വെക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വയലൻസ് ഉണ്ടോ? അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പൊ ഒരു സൗഹൃദത്തില് ചെയ്യണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും നമ്മൾ നിരന്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന ആളുകളാക്കി മാറ്റുകയും അതുകൊണ്ടാണ് ഒരു പൊതുസമൂഹത്തിനകത്ത് ഫെമിനിസ്റ്റ് എന്ന ഐഡന്റിറ്റി ഒരു പ്രശ്നക്കാരിയായി മാറുന്നത്. അതുവരെ വളരെ ലളിതമായി വളരെ സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒരു ചായയിൽ എന്തിരിക്കുന്നു എന്ന് ആർക്കും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതുപോലും അതുവരെ നമ്മൾ ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്ന മൊമെന്റില് നമ്മൾ പ്രശ്നക്കാരിയായി മാറുന്നു. നമ്മൾ സൗകര്യങ്ങളെ എന്താ പറയുക ചോദ്യം ചെയ്യുന്ന ഒരാളായി മാറുന്നു, ഒരു അസഹിഷ്ണുത സൃഷ്ടിക്കുന്ന ഒരാളായി മാറുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു അനുഭവമാണ് അണിമയ്ക്ക് കോടതി മുറിയിൽ ഉണ്ടാവുന്നത്. നമ്മൾ വളരെ ഇതുവരെ എന്താ പറയുക ഒരുപാട് പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ള പുരുഷന്മാർ നിർമ്മിച്ചിട്ടുള്ള ഈ ലോകത്ത് ഏറ്റവും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കോടതി മുറിക്കകത്ത് ഇന്നേ വരെ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ അതുവരെ എല്ലാവരും വളരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുകയോ ചെയ്തിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ ഒരു സമൂഹത്തിനകത്ത് എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം പ്രായോഗിക ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അത്ര എളുപ്പമല്ലാത്ത രാഷ്ട്രീയമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. 1950 ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ ലോ സ്കൂളിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും യൗവനകാലത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു രാഷ്ട്രീയമല്ല. 60കളുടെയും 70കളുടെയും ഒടുക്കമാണ് ലോകത്തിലെ പ്രശസ്തമായ പല ലോ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും കാത്രിൻ മക്യൂനൻ എന്ന് പറയുന്ന പ്രശസ്തയായിട്ടുള്ള ഫെമിനിസ്റ്റ് ലീഗൽ സ്കോളർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫെമിനിസ്റ്റ് ലോയേഴ്സ് cannot help but have a certain affection for formal equality theory. അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അക്കാഡമിക്സിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫെമിനിസ്റ്റ് സ്കോളർഷിപ്പിൻ്റെ തലത്തിൽ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെയാണ് ഇതിനകത്ത് ഒരു ലോ ഡൂയിങ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. The repeated regular asking of a question marks a method. Across the disciplines, feminists ask a set of questions and which constitutes women's question. Over the past 2 decades, feminists have expanded the women's question into, like Sri and Shiva were mentioning about the cure question, to address the issues of how law fails to incorporate the experiences of people of different sexual orientation. Several feminist legal scholars ask women question in this broader sense and tries to address the issues of non-incorporation of certain experiences within the judicial system.
അനുഭവങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒന്നാണോ? സ്ത്രീകൾക്ക് തന്നെ ഒന്നാണോ? സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് കാറ്റഗറി ആണോ? ശിവ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ദളിത് സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും ആദിവാസി സ്ത്രീകളും നഗരങ്ങളിൽ ജീവിക്കുന്ന അപ്പർ കാസ്റ്റ് എലീറ്റ് സ്ത്രീകളും ഒരേപോലെ നിയമത്തിന് മുന്നിൽ നമുക്ക് അവരെ പരിഗണിക്കാൻ സാധിക്കുമോ? അനുഭവങ്ങളിൽ നിന്നാണ് പല രീതിയിലും നിയമങ്ങൾ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ ഇത്തരം അനുഭവങ്ങളെ എങ്ങനെയാണ് നമ്മുടെ നിയമങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഉൾച്ചേർക്കാൻ സാധിക്കുക? ഞാൻ കാതറിൻ ബാർട്ട്ലെറ്റിനെ കടമെടുക്കുകയാണ്. കാതറിൻ ബാർട്ട്ലെറ്റ് suggests 3 feminist methods while doing law. One is to ask women question. To expose the substance of law may silently and without justification submerge the perspective of women and other excluded groups. And second is feminist practical reasoning that expands the traditional notions of legal relevance to make legal decision making more sensitive to those features of a case that are not already reflected in the legal doctrine, like when the Shabanu Begum case came. That is one of the classical example of feminist practical reasoning. And the third method is conscious raising, cases that are not already reflected in legal doctrine, which means the testing the validity of an accepted legal principle through the lens of personal experience of those who are directly affected by these principles. Say for example, Vishaka versus State of Rajasthan. അതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത പൊതു ഇടങ്ങളിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളെ അവരെ ലൈംഗികമായി ആക്രമിക്കുമ്പോൾ നിലവിലില്ലാതിരിക്കുന്ന ഒരു ലോയെ കുറിച്ച് സംസാരിക്കുകയും ഇന്റർനാഷണൽ ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ് ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ള കോൺഷ്യസ് റൈസിംഗ് എന്നുള്ള ഒരു രീതിയും. Using women question as a method and politics has helped feminist legal scholarship to use critique as an integral method to legal analysis to check the precedential value of a case, stating of the facts of application of law to the facts in the selected case laws and assumption of gender neutrality in judicial process. യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് സാധ്യമാണോ? എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി? നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പല കേസുകളിലും ജുഡീഷ്യൽ ഓഫീസേഴ്സ് വളരെ ന്യൂട്രൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന, നമ്മൾ ഒബിക്റ്റോറിക്റ്റം എന്ന് വിളിക്കുന്ന പല ഭാഗങ്ങളും യഥാർത്ഥത്തിൽ അത് ജെൻഡർ ന്യൂട്രൽ ആണോ? നമ്മൾ ക്ലാസ് മുറികളിൽ ഒരു കേസ് ലോ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേസ് ലോയുടെ റേഷ്യോ ഡിസിഡൻറ്റി എന്താണ്, അതായത് ജുഡീഷ്യൽ ഡിസിഷൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിൽ ആനുഷികമായി പറഞ്ഞു പോകുന്ന ഒബിക്റ്റഡിക്റ്റം അതിനകത്ത് വരുന്ന പരാമർശങ്ങൾ എന്താണ് എന്ന് ഒരു വായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്തുമാത്രം സ്ത്രീ വിരുദ്ധമാണ്, എന്തുമാത്രം ആദിവാസി ദളിത് വിരുദ്ധമാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ക്രിട്ടീക്ക് എന്നുള്ളത്, വിമർശിക്കുക എന്നുള്ളത്, പലപ്പോഴും നമ്മൾ ലോ ക്ലാസ് മുറികളിൽ നിയമം പഠിക്കുകയും നിയമത്തിന് വിധേയരായി ജീവിക്കാൻ ഉള്ള ഒരു ആശയവുമാണ് മുന്നോട്ട് വയ്ക്കുക. എന്നാൽ നാം ജീവിക്കുന്ന കാലം എനിക്ക് തോന്നുന്നത് വളരെ വിമർശനാത്മകമായി നിയമത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ച് വിമർശിക്കാനും ജുഡീഷ്യൽ ഡിസിഷനുകളെ വിമർശനാത്മക രീതിയിൽ പരിശോധിക്കാനും നമ്മൾ നിർബന്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്ന്, കഴിഞ്ഞ കുറേ കാലമായി വന്നിട്ടുള്ള റേപ്പ് ലോയിൽ വന്നിട്ടുള്ള പല രീതിയിലുള്ള അമെൻമെൻറ്റുകൾ. ആ അമെൻമെൻറ്റുകൾ യഥാർത്ഥത്തിൽ എന്ത് തരം വിമൻസ് ക്വസ്റ്റ്യനെയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ റേപ്പ് ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ ഒരു സീരീസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കോടതി വളരെ കൃത്യമായി ചെയ്തിട്ടുള്ളത് നല്ല സ്ത്രീകൾ, ചീത്ത സ്ത്രീകൾ എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് നല്ല സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അതൊരു പ്രശ്നവും, മോശം സ്ത്രീകളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവർ റേപ്പിന് അർഹരുമാണ് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി എടുത്തിട്ടുള്ളത്.
ഇത്തരത്തിൽ നല്ല സ്ത്രീകളെയും ചീത്ത സ്ത്രീകളെയും നമ്മുടെ സമൂഹം വളരെ കൃത്യമായി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്ത്രീ എന്ത് വസ്ത്രമാണ് ധരിക്കുന്നത്, ഏത് നേരത്തായിരുന്നു റേപ്പ് ചെയ്യപ്പെടുന്നത്, എവിടെ വെച്ചാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള സമൂഹം കൽപ്പിച്ചിട്ടുള്ള എല്ലാ വിലക്കുകളും മറികടന്നിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീ ചിത്ത സ്ത്രീ ആവുകയും റേപ്പ് ചെയ്യപ്പെടാൻ എല്ലാ തരത്തിലും അർഹതയുള്ള ഒരാളായി മാറുകയും ചെയ്യുന്ന എന്നും ജുഡീഷ്യറി വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള മോശം സ്ത്രീകളെ നല്ല സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തരായി കാണാനാണ് ഈ ജുഡീഷ്യൽ വേർഡിക്റ്റുകളെല്ലാം തന്നെ നമ്മെ പരിശീലിപ്പിക്കുന്നത്. ഇപ്പം ഏത് സമയത്തായാലും ഇറങ്ങി നടക്കാനും ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കാനും ഉള്ള അവകാശത്തിന് വേണ്ടി എത്രയോ പതിറ്റാണ്ടുകളായി സമരം നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തിനകത്താണ് ഇപ്പോഴും ആ സമരം തുടരേണ്ടി വരുന്നതും ഇന്ത്യൻ ജുഡീഷ്യറി വളരെ കൃത്യമായിട്ട് വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഫ്യൂഡലായിട്ടുള്ള കണ്ണുകളോടുകൂടി ഇന്ത്യൻ സ്ത്രീകളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് സ്ത്രീകൾ പരാതിക്കാരായി മാറുന്ന നിയമങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം നിയമത്തിന്റെ മിസ്യൂസ് ആണ്. അത് തൊഴിലിടങ്ങളിലെ സ്ത്രീകളോടുള്ള അതിക്രമമായാലും അത് ഗാർഹിക പീഡനമായാലും ഏത് തരത്തിലുള്ള സ്ത്രീകൾ പരാതിക്കാരായി വരുന്ന എല്ലാ കേസുകളിലും കോടതി ഒരു ചുളിഞ്ഞ നെറ്റിയുമായിട്ടാണ് ആ കേസിനെ സമീപിക്കാറുള്ളത്. വളരെ കൃത്യമായിട്ട് ഇവളെ യഥാർത്ഥത്തിലുള്ള പരാതിക്കാരിയാണ്. ഏത് തരത്തിലുള്ള വയലൻസിന് വിധേയമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അതൊരു പരാതിയുടെ രൂപത്തിൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായി മാറാൻ ഒരു സ്ത്രീക്ക് എടുക്കേണ്ടി വരുന്ന അങ്ങേയറ്റം കഠിന പ്രയത്നമുണ്ട്. അതിന് പല രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കോടതി മുറിയിലെത്തുന്ന ഒരു സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെയാണ് പ്രധാനമായിട്ടും കോടതി മുറികളിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. യഥാർത്ഥ പരാതിക്കാരിയാണോ, ഈ പരാതിയിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കപ്പെടുന്ന ചോദ്യം. മറ്റൊരു ലോയിലും മറ്റൊരു പരാതിയുമായും കോടതിയിൽ സമീപിക്കുന്ന ഏതെങ്കിലും പുരുഷന് പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യേണ്ടി വരാറുണ്ടോ? അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് മറ്റു നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലേതെങ്കിലും, അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ആവട്ടെ, അബ്കാരി ലോ ആവട്ടെ, എവിടെയെങ്കിലും പരാതിക്കാരനായി വരുന്ന പുരുഷന് തൻ്റെ ഞാനൊരു ബെറ്റർ ലിറ്റിഗന്റ് ആണ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ലിറ്റിഗന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരാറുണ്ടോ? സ്ത്രീകൾ പരാതിക്കാരായി വരുന്ന കേസുകളിൽ കോടതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പരാതിയുടെ മെറിറ്റ് നോക്കുകയാണ്. അല്ലാതെ പരാതിക്കാരൻ ആരാണോ പരാതിപ്പെടുന്നത് അവരുടെ മെറിറ്റ് അവരുടെ സ്വഭാവം എന്താണ്, അവർ പരാതിപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വയലൻസിന് വിധേയമാകുന്ന ആളുകളെ വീണ്ടും ഒരു ജുഡീഷ്യൽ വയലൻസിന് കൂടി വിധേയമാക്കുന്ന, ഒരു ലീഗൽ വയലൻസിന് കൂടി വിധേയമാക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിയമം പഠിക്കുക എന്നുള്ളത് കേവലം ഒരു പാഠ്യവിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്ന ആ നിമിഷത്തിൽ രാജ്യദ്രോഹികളായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോടൊപ്പം തന്നെ അത്തരത്തിൽ ഏത് നിമിഷവും നിയമത്തിന്റെ കഴുത്തിൽ വീഴാൻ സാധ്യതയുള്ള മറ്റൊരുപാട് ആളുകൾ കൂടി നമ്മുടെ പരിസരത്തുണ്ട്. അവരുടെ കൂടി പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാൻ, ആ പ്രശ്നങ്ങളിൽ അഭിഭാഷകരെന്ന നിലയിൽ, നിയമ ഗവേഷകരെന്ന നിലയിൽ നിങ്ങളുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. തുടർന്നും അത്തരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ദിവസം സഹായിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. നന്ദി.